ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ വേറൊരു കഥ കേൾപ്പിക്കാം. ഈ കഥയാണ് ഒരു നായാട്ടുകാരന്റെയും 4 ചങ്ങാതിമാരുടെയും. വളരെ കാലം മുമ്പ് ഒരു വനത്തിൽ 3 ചങ്ങാതിമാർ വസിച്ചിരുന്നു. ആമ, കാക്ക, പിന്നെ എലി. അവർ 3 പേരും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ എപ്പോഴും അന്യോന്യം സഹായിക്കുമായിരുന്നു. ഒരു ദിവസം അവർ 3 പേരും ഒരു കുളക്കരയിലിരുന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മാൻ വന്നു. മാനിനെ വനത്തിൽ ആദ്യമായി കാണുന്നതായതുകൊണ്ട് ആമ ചോദിച്ചു, നീ ആരാണ്? ഇതിനു മുമ്പെങ്ങും ഞങ്ങൾ നിന്നെ ഈ വനത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ വനത്തിൽ പുതിയതാണ്. ഞാൻ മുമ്പ് വസിച്ചിരുന്ന വനത്തിൽ എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ലായിരുന്നു. ഞാൻ പല മൃഗങ്ങളെയും സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും തന്നെ എന്നോട് കൂട്ടുകൂടാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തിയതാ. ഇതിനർത്ഥം ഇതാണ്, നീ ഒറ്റയ്ക്കാണ്. പിന്നെ നിനക്കൊരു സുഹൃത്തിനെ ആവശ്യമാണ്. അതെ. ആമയും കാക്കയും എലിയും അന്യോന്യം നോക്കി മന്ദഹസിക്കുന്നു. ആമ മാനിനോട് പറയുന്നു, ഞങ്ങൾ സുഹൃത്തുക്കൾ 3 പേരാണ്. എന്നാൽ ഇന്നു തൊട്ട് നമ്മൾ 4 പേരായി. മാൻ ആ 3 ചങ്ങാതിമാരുടെയും സുഹൃത്തായി തീർന്നു. പിറ്റേ ദിവസം അവർ 4 പേരും തീറ്റ തേടി വിവിധ ദിശയിലേക്ക് പുറപ്പെടും. വൈകുന്നേരമാകുമ്പോൾ അവർ അതേ സ്ഥാനത്ത് മടങ്ങിയെത്തും. ഇതിങ്ങനെ അനേക ദിവസങ്ങളോളം തുടർന്നു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകിട്ട് മാൻ മടങ്ങിയെത്തിയില്ല. മാൻ മടങ്ങി വരാത്തത് കാരണം ബാക്കി 3 പേർക്കും വല്ലാത്ത ആധിയായി. രാത്രി ആവാറായല്ലോ, മാൻ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ലല്ലോ. അവൻ ഒരിക്കലും ഇത്രയും വൈകാറില്ല. ഇതിനകം അവൻ മടങ്ങിയെത്തേണ്ടതായിരുന്നു. നമുക്ക് അവനെ അന്വേഷിച്ചേ മതിയാവൂ. വരൂ, നമുക്ക് അവനെ തേടി പോകാം. വേണ്ട, എല്ലാവരും വേണ്ട, ഞാൻ മാത്രം പോയിക്കോളാം. എനിക്കാണെങ്കിൽ പറന്നുകൊണ്ട് ദൂരെ വരെ കാണാൻ കഴിയും. ഞാൻ കുറഞ്ഞ സമയത്തിൽ മാനിനെ കണ്ടെത്താം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാക്ക പറന്നുപോയി തങ്ങളുടെ ചങ്ങാതിയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. കുറെ നേരം അന്വേഷിച്ച ശേഷം കാക്ക ഒരു ശബ്ദം കേൾക്കുന്നു. കാക്ക സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാൻ ഒരു വലയിൽ കുരുങ്ങിക്കിടക്കുന്നതായി കാണുന്നു. ചങ്ങാതിയെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് കാക്ക ഉടൻ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. തന്റെ ചങ്ങാതിയായ കാക്കയെ കണ്ടപ്പോൾ മാൻ പറയുന്നു, പ്രിയ ചങ്ങാതി, എന്നെ കുരുക്കിൽ നിന്ന് രക്ഷിക്കൂ. ആരാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയത്? ഒരു വേട്ടക്കാരൻ. അയാൾ തിരികെ എത്തുന്നതിന് മുൻപ് എന്നെ കുരുക്കിൽ നിന്ന് രക്ഷിക്കൂ. നീ വിഷമിക്കാതിരിക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. കാക്ക സമയം പാഴാക്കാതെ ആമയുടെയും എലിയുടെയും അടുത്തേക്ക് പോകുന്നു. അവർ കാക്കയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാക്ക അവരോട് കാര്യങ്ങളെല്ലാം പറയുന്നു. എന്താ പറഞ്ഞത്? വേട്ടക്കാരനോ? വേട്ടക്കാരൻ മാനിനെ വലയിൽ കുരുക്കിയിരിക്കുക. അയാൾ തിരികെ എത്തുന്നതിന് മുമ്പ് എലി എന്നോടൊപ്പം വരണം. എന്നിട്ട് നിന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് വല കടിച്ചു മുറിക്കണം. കാക്കയും എലിയും മാനിന്റെ അടുത്തെത്തുന്നു. ഈ വല കടിച്ചു മുറിക്കൂ ചങ്ങാതി. എലി പെട്ടെന്ന് വല കടിച്ചു മുറിക്കുന്നു. മാൻ മോചിതനാകുന്നു. ആമയും പതുക്കെ നടന്ന് സംഭവ സ്ഥലത്ത് എത്തുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും എന്നെ രക്ഷിച്ചില്ലേ? അപ്പോഴേക്കും വേട്ടക്കാരൻ തിരികെ എത്തുന്നു. മാൻ വലയിൽ നിന്ന് രക്ഷപ്പെട്ടതായി അയാൾ കാണുന്നു. എലിയുടെ നോട്ടം വേട്ടക്കാരനിൽ പതിയുന്നു. അയ്യോ, വേട്ടക്കാരൻ വന്നു, ഓടിക്കോ, ഓടിക്കോ. വേട്ടക്കാരനെ കണ്ടപാടെ 4 പേരും ഓടാൻ തുടങ്ങുന്നു. കാക്ക പെട്ടെന്ന് പറക്കുന്നു. എലി ചെറിയൊരു മാളത്തിൽ ഒളിക്കുന്നു. മാനും വനത്തിലേക്ക് അതിവേഗം ഓടി ദൂരേക്ക് പോകുന്നു. ആമയ്ക്ക് ഓടാനോ ഒളിക്കാനോ കഴിഞ്ഞില്ല. വേട്ടക്കാരൻ ആമയെ പിടികൂടുന്നു. അയാൾ ആമയെ ഒരു ചാക്കിലാക്കി അവിടെ നിന്ന് പോകുന്നു. അല്പസമയത്തിനകം കാക്കയും മാനും എലിയും ഒത്തുകൂടുന്നു. ആമയെ പിടിച്ചുകൊണ്ടുപോയതിൽ അവർ വല്ലാതെ ദുഃഖിക്കുന്നു. എന്നെ രക്ഷിക്കുന്നതിനായി പാവം ആമ പിടിക്കപ്പെട്ടു. എന്റെ പക്കൽ ഒരു ഉപായമുണ്ട്. നമുക്ക് ആമയെ രക്ഷപ്പെടുത്താം. എങ്ങനെ? ആ വേട്ടക്കാരൻ ഒറ്റയ്ക്കാണ്. നമ്മൾ 3 പേരും. അയാൾ ഇപ്പൊ കുളം വരെ എത്തിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാക്ക തന്റെ പദ്ധതി അവരോട് പറയുന്നു. ഉഗ്രൻ പദ്ധതിയാണ്. വരൂ വരൂ.
കുളക്കരയിലെത്തിയ പാടെ കാക്കയുടെ ഉപായം അനുസരിച്ച് മാൻ മരിച്ചതായി അഭിനയിക്കുന്നു. കാക്ക അവന്റെ കണ്ണ് കൊത്തിയെടുക്കുന്നത് പോലെ ചെയ്യുന്നു. എലി തക്കം പാർത്ത് കാത്തിരിക്കുന്നു. അപ്പോൾ വേട്ടക്കാരൻ അതുവഴി കടന്നു പോകുമ്പോൾ അയാളുടെ നോട്ടം മാനിൽ പതിയുന്നു. മാനിനെ കണ്ടപാടെ അയാൾ പറയുന്നു, അയ്യോ, എന്റെ മാൻ! വേട്ടക്കാരന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉടലെടുക്കുന്നു. അയാൾ മാനിനെ പിടിക്കാനായി ഓടുന്നു. വേട്ടക്കാരൻ പോയ ഉടനെ എലി ഓടിയെത്തി ചാക്ക് കരളാൻ തുടങ്ങുന്നു. വേട്ടക്കാരൻ അടുത്തെത്തിയ ഉടൻ കാക്ക പെട്ടെന്ന് പറന്നുയരുകയും മാൻ ഓടിപ്പോവുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വേട്ടക്കാരന് മനസ്സിലായില്ല. ഇത്രയും ആയപ്പോഴേക്കും എലി ചാക്ക് മുറിച്ചു കഴിഞ്ഞതോടെ ആമയും മോചിതനാകുന്നു. അവർ രണ്ടുപേരും കുറ്റിക്കാട്ടിൽ ഒളിക്കുന്നു. വേട്ടക്കാരൻ നിരാശനായി ചാക്കെടുക്കാനായി തിരികെ വരുമ്പോൾ കാണുന്നത് ചാക്ക് കീറിക്കിടക്കുന്നതും ആമ രക്ഷപ്പെട്ടതുമാണ്. വേട്ടക്കാരന്റെ നിരാശയ്ക്ക് പരിധിയില്ലായിരുന്നു. അവൻ വല്ലാതെ ദുഃഖിതനായി. എന്നാൽ മറുവശത്ത് ആമയും കാക്കയും എലിയും മാനും വീണ്ടും ഒരുമിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: ഐകമത്യം മഹാബലം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.